മന്ദിതയ്ക്ക് വൈകാരികവും മാനസികമായ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല ചൈൽഡ് ബെയറിങ് ഏജ് 20 to 25 ആണ്. പക്ഷെ ആ പ്രായത്തിലൊന്നും നമുക്കൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം കരിയർ, അതനുസരിച്ചുള്ള മാച്ച് വേണം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ളൊരു ജോലി ഒരു സ്ഥലത്ത് തന്നെ കിട്ടാൻ പാടാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് വല്ലപ്പോഴാണ് അവർ തമ്മിൽ കാണുന്നത്. അതിനിടയ്ക്ക് അവർ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളോടും തുടങ്ങുമ്പോൾ ധാരാളം ലോണുകളും കാര്യങ്ങളും കാണും. അതടയ്ക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. ഇതിനകത്തൊക്കെ പലപ്പോഴും ഫാമിലി പുഷ് ചെയ്ത് പോകാറുണ്ട്. കുഞ്ഞുങ്ങൾ വേണമെന്ന് തന്നെ വിചാരിക്കുമ്പോൾ ലേറ്റാകും. കാര്യം അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെയൊക്കെ അത് പുഷ് ചെയ്ത് പോവുകയാണ്. ഈ തിരക്കിനിടയ്ക്ക് കരിയറിൽ മുമ്പോട്ട് പോകണം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക്. അപ്പോൾ അവർ കുഞ്ഞുങ്ങളുണ്ടാകാൻ പരിശ്രമിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന്. ഓവറി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഓവറിയുടെ പ്രവർത്തനം കുറവാണ്, അല്ലെങ്കിൽ അണ്ടോൽപാദന വൈകല്യമുണ്ട്, അമിത തൂക്കമായി, അല്ലെങ്കിൽ ഹസ്ബൻഡ് കൗണ്ട് കുറവാണ്, ബീജാണുക്കളുടെ പ്രശ്നമുണ്ട്, ചലനശേഷിയുണ്ട്, അല്ലെങ്കിൽ ചില കേസുകളിൽ ഈവൻ വൃഷ്ണസഞ്ചി പോലും പ്രശ്നമില്ല എന്നൊക്കെ വളരെ ലേറ്റായിട്ടാണ് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം ഡെവലപ്പ് ചെയ്യും. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ലൈംഗിക ജീവിത രീതികൾ പിന്നീട് സ്വയംഭോഗം, ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷൻ, പോണോഗ്രഫി അഡിക്ഷൻ, ഇതെല്ലാം അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും പിന്നീട് ലൈംഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം രോഗികൾക്ക് ഒത്തിരി മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് വിവാഹ ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയോടെ നമ്മുടെ അടുത്ത തലമുറ പോകേണ്ട കാലഘട്ടമാണ്. അവരുടെ ആ വിവാഹത്തിന് മുമ്പ് തന്നെ സ്ത്രീകളുടെ AMH എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഓവറിയുടെ റിസർവിനെ പറ്റി നോക്കുക, ഒരു ബേസിക് സ്കാനിങ് യൂട്രസിൽ ഓവറിയിലോ മുഴയുണ്ടെന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പുരുഷന്മാർ അവരുടെ ഒരു സെമനാലിസിസ് ചെയ്യുന്ന നോക്കണം, കൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിവാഹം കഴിഞ്ഞെങ്കിൽ അവർ ഈ പരിശോധനയാണ്. എന്നിട്ട് അവർ സ്പേസ് ചെയ്യുക. അതൊരു ബേസിക് ടെസ്റ്റായിട്ട് മാറണം. നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു അനാലിസിസ് അവർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെയുള്ള ഫോണോഗ്രാഫിക് അഡിക്ഷൻ, മൊബൈലിലെ അമിതമായിട്ടുള്ള യൂസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫോണോഗ്രാഫിക് അഡിക്ഷൻ, മൊബൈലിൽ വീഡിയോ സൈറ്റ്സ് കണ്ടിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ, ഇതൊക്കെ കുടുംബജീവിതത്തിൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കാം. ഒരു ഭാര്യ ഭർത്താവിനെ പിടിച്ചെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ ഇമോഷണൽ ഇൻറ്റിമസിയാണ്. ആ ഇമോഷണൽ ഇൻറ്റിമസി കുറയുമ്പം അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒടുവിടും. അപ്പോൾ ഈ ഒരു ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് അവർ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് അവർക്ക് കാലതാമസം വരികയും ചിലർക്ക് ഈ യാത്രയിൽ അവർക്ക് ഒരിക്കലും പ്രഗ്നൻസി കിട്ടാതെ പോവുകയും ചെയ്യും. അത് അവർ മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ജീവിതത്തിനൊരു മൂല്യം വരുന്നത് നമ്മളെ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് മനുഷ്യനൊരു ഭാര്യ ഭർത്തൃ ശാരീരിക ബന്ധത്തിലോ മാനസിക ബന്ധത്തിലോ മാത്രം ഒഴുകി കഴിയാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങളിലൂടെയാണ് മനുഷ്യൻ വളരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് തരും. കുഞ്ഞുങ്ങളില്ലാത്തൊരവസരത്തിൽ അവർക്ക് തന്നെ ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടും. അവർ ക്രമേണ സമൂഹമായിട്ട് ഒറ്റപ്പെടും. ഈ ഒറ്റപ്പെടുതൽ അവരിൽ പല മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഏകാന്തത അവരെ അഫക്റ്റ് ചെയ്യും. അപ്പം കുറച്ച് കഴിയുമ്പം അവർക്ക് തൊഴിൽ രംഗത്തൊക്കെ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റും. കാരണം അവരുടെ ആ തൊഴിൽ രംഗത്തെ പ്രാഗൽഭ്യം മൂലം അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മൂലമൊക്കെ അവർ മുമ്പോട്ട് പോകും. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ തൊഴിൽ രംഗത്തും ഒക്കെ അവരുടെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവരിൽ കഠിനമായിട്ടുള്ള ഒരു ഏകാന്തത വരികയും അവർക്ക് ആ വിഷാദം അവരെ വലം വയ്ക്കുകയും ഒന്നിനൊരു സന്തോഷമില്ലായ്മ വരികയും ക്രമേണ അവർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാം. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതേപ്പറ്റി വളരെ മുൻകരുതലോടെ നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കണം. ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് പഠിക്കണം. അപ്പോൾ ഒരു ഏകാന്ത ജീവിതമൊക്കെ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനുഷ്യനിൽ അവൻ്റേതായ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുകയും അത് അവനിൽ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളിലൂടെ വരും.
അതുപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മളെ കരുതാനായിട്ട് നമ്മൾ ഒരാളെ ജോലിക്ക് നിർത്തി ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നു തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇമോഷണൽ ബോണ്ടിങ് അവിടെ വരികയാണ്. ഒരു പ്രവൃത്തിയായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അവർ വൈകാരിക അടുപ്പക്കുറവ് അവർ മാനസിക പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, വന്ധ്യത എന്നുള്ളത് നമ്മൾ വളരെ വിശാലമായിട്ട് കാണാൻ ശ്രമിക്കണം. അത് ഒരു വ്യക്തിയുടെ ഒരു പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇതിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും ലൈംഗിക ജീവിതത്തിൻ്റെ നമ്മൾ സ്വയംഭോഗം, ഫോണോഗ്രാഫിക് അഡിക്ഷൻ, ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷൻ, വിവാഹേതര ബന്ധങ്ങൾ, അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അത് എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും. ഈവൻ ഫോണോഗ്രഫി ആണെങ്കിലും ഫോണോഗ്രാഫിക് അഡിക്ഷൻ, നമ്മുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഇതൊക്കെ എങ്ങനെ നമ്മുടെ സ്വഭാവത്തെയും സമൂഹത്തിലുള്ള പ്രതിബദ്ധതയും മാറ്റുമെന്നും അതെങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യായാമത്തെയും ഒക്കെ അഫക്റ്റ് ചെയ്യുമെന്നും കുഞ്ഞുങ്ങളെ ബോധവാന്മാരാക്കേണ്ട ഒരു കാലമാണെന്ന്. കാരണം പണ്ടത്തെ പോലെ അല്ല. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൈറ്റുകൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം അങ്ങനെയല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു വഴിയാണെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ ധാരാളം മുമ്പോട്ട് പോവുകയും പിന്നീട് അവർ തിരിച്ചുവിടണമെന്ന് ആഗ്രഹിച്ചാൽ അവർ ഇതിനോട് ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുകയും അതിൽ നിന്ന് അവർക്ക് വെളിയിൽ വരാൻ പറ്റാതിരിക്കുകയും ചെയ്യും.